മുഖ്യമന്ത്രിയാകും, കസേരക്കളിയാണ് കോൺഗ്രസിൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റുകളും വാർത്തകളും ഇങ്ങനെ പുറത്തു വരികയാണ്. അതിന് പ്രധാനമായി തിരികൊളുത്തിയത് നമുക്കറിയാം ശശി തരൂരിന്റെ എക്സ് പോസ്റ്റാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടൂർ പ്രകാശ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ പിന്നീടാണ് തീരുമാനിക്കുക, പക്ഷേ UDF വിജയം ഉറപ്പിച്ചു എന്നുള്ളതാണ്. അതായത് 100 സീറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം UDF ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം എന്തെന്നാൽ ഇവർക്ക് ഇപ്പോൾ തഴച്ചു വളരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതായത് നമ്മുടെ 2ാം പിണറായി സർക്കാരിന്റെ ഭരണത്തിലെ പരാജയങ്ങൾ UDFന്റെ വിജയം ഉറപ്പിച്ചു എന്നതാണ് സത്യം. മറ്റൊന്ന്, UDF സഖ്യത്തിന് വന്ന ഒരു കരുത്താണ്, ഒരു ഒരുമ. പലപ്പോഴും പുറത്തുനിന്ന് പല കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നതാണ് UDFനകത്ത് ഒത്തൊരുമയില്ല, കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ്. പക്ഷെ അതെല്ലാം മായ്ച്ചു കളയുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം കണ്ടത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചതും ഈ ഒരു തുറുപ്പുചീട്ടുകൊണ്ടാണ്. അതായത് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു, UDF എല്ലാം സഖ്യം ഒറ്റക്കെട്ടായി മുന്നോട്ടാണ്. എന്തായാലും അടൂർ പ്രകാശ് പറയുന്ന വാക്കുകളിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു കൃത്യതയുണ്ട്. 100 സീറ്റ് ഉറപ്പിച്ചിട്ടാണ് ഇനി ഗോദയിലേക്ക് UDF ഇറങ്ങുന്നത്. തുടർന്നുള്ള നാളുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ UDFന്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകണം, എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത്, അത് കൂടാതെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 100 സീറ്റുമായി തിരിച്ചു വരിക മാത്രമല്ല അധികാരം ഏറ്റെടുത്തുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ 2026 ഒരു ഗവൺമെന്റ് ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന്, വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യം വീണ്ടും അത് കുത്തിപ്പൊക്കാതിരിക്കും. നിലമ്പൂർ ചർച്ച ചെയ്യുന്നതും അതൊക്കെ കഴിഞ്ഞില്ലേ, അതിന്റെ റിസൾട്ട് ഒന്നും അറിഞ്ഞില്ലേ? റിസൾട്ട് വന്നു, അതിന്റെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ് 11,000-ലധികം വോട്ടുകൾക്ക് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് വിലയിരുത്തൽ നടത്തി. അത് വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കാര്യം തീർന്നല്ലോ. ഏതാ അത്തരം കാര്യങ്ങൾ ഇവിടെ ചർച്ചയെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനമല്ല. അദ്ദേഹം ഞങ്ങളെക്കാളൊക്കെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ആ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം വെക്കുകയോ ചെയ്യേണ്ടത് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾക്കിവിടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം, അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ഞങ്ങൾ ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയല്ല ഇന്നിവിടെ ഞങ്ങൾ കൂടിയത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഈ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതല്ലാതെ കണ്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള ചർച്ച ആയിട്ടില്ല. അതിന് സമയം വരും. പങ്കുവെച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് തലവെട്ടിക്കളയാൻ പറ്റത്തില്ല. അത് പറ്റില്ല. അത് തീരുമാനം എടുക്കേണ്ടവർ അവർ തീരുമാനിച്ചോളും. ആ തീരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി പറയാം. അത് ആ ചോദ്യത്തിന് ആരോടാ ചോദിക്കേണ്ടതെന്ന് ഉള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് പറയാം. നിങ്ങൾ മറന്നു പോകാതിരിക്കുകയാണെങ്കിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരോഗ്യവാനായി തിരിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇടയ്ക്കൊരു പാലം ഉണ്ടാക്കി ഡൽഹിയിൽ വെച്ച്, നിങ്ങളും അത് കണ്ടു കാണും. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയുമായി പോകുന്ന ആളുകളുടെ
ഇങ്ങോട്ട് വിളിച്ചു വരുത്തി 2 ഇഡലിയൊക്കെ കൊടുത്ത് കാര്യങ്ങൾ എങ്ങനെയാണ് ചർച്ച ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം മറന്നുപോകാതെ നിങ്ങൾ ചോദിക്കണം.